കംപ്ലൈന്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും മുൻപ് ഒന്ന് ചോദിക്കണം ടീച്ചർ, ഒന്ന് ചോദിക്കണം. അവരത് ചെയ്യരുത്. മർഡർ വെപ്പൺ എക്സാമിൻ ചെയ്ത നമ്മുടെയും തമിഴ്നാട്ടിലെയും ഫോറൻസിക് ടീം ആ ഗ്യാങ്ങിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീനിയേഴ്സും ഈ കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്. വാസി ചേട്ടന് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആ പെൺകുട്ടിയുടെ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടല്ലോ. സോമൻ സാറിന്റെ വഴിക്ക് മുമ്പോട്ട് പോയിക്കോളൂ, ഞാനിതൊന്ന് തീർക്കട്ടെ. ഈ സംഭവത്തിനുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചെയ്ത കവർ സ്റ്റോറി ശരിയെന്ന് തെളിഞ്ഞിരിക്കുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട റാണി എന്ന പെൺകുട്ടിയെ വിട്ടയക്കണമെന്ന പ്രതിഷേധം ശക്തമായി വരികയാണ്. എണ്ണവിളക്കുകൾ മറിഞ്ഞുണ്ടായ തീ പിടിച്ച് കത്തിക്കരിഞ്ഞതല്ല കാളിമലയിലെ ടീച്ചറും കുട്ടികളും. കണക്ക് കൂട്ടി കാത്തിരുന്ന് കുരുതി കൊടുത്തതാണ് ഞാനവരെ. എൻ്റെ ധർമ്മരാജ്യം നീളെ ബലി കൊടുക്കപ്പെട്ട ഇങ്ങനെ അനേകം പേരുടെ നിലവിളി ഉയരുന്നു. എനിക്ക് ഇനിയും അത് കേൾക്കാതിരിക്കാനാവില്ല. എല്ലാവരും കൊലകൾക്കും മാപ്പ്. ആരടി നീ?
എല്ലോരേ നോക്കും ഈ ഭൂവിന്ദേവേ എങ്ങൾ പാടും പാട്ട് ചൊല്ലട്ടെ നന്നേ 14 വയസ്സിലെ അമ്മ ആനവന പക്ഷെ അവളെ പൂട്ടിയത് 15 അമ്മമാർ നീ എരിച്ച് കൊന്നല്ല എല്ലാത്തിനെയും எப்படி மனசு வந்தது நான் 5-6 வருஷம் அவளை தேடி எங்கெங்கயோ அலைஞ்சேன் எல்லா வேலையும் செஞ்சேன் கொஞ்சம் கூட வலிக்கலையா உனக்கு ചവിട്ടിന മണ്ണിനോട് ഒരു പാസം இருக்காது சுவாசிக்கிற மூச்சோட ஒரு பாசம் இருக்காது எப்படி மனசு வந்தது செல்வா രണ്ടായിരത്തി 14 കാളിമല പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ജോലി മതിയാക്കി ഒരു പെങ്കൊച്ച് ധർമ്മപുരത്ത് വന്നിറങ്ങി. കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. അച്ഛനാരെന്നറിയാത്ത കുഞ്ഞ്. നിങ്ങളുടെ ശുപാർശയിൽ അവൾക്ക് ഇവിടെ ഒരു ജോലി തരമായി. നിമ്മി എത്ര കൊല്ലമായി താലൂക്ക് ഹോസ്പിറ്റലിൽ? ഒരു 5 വർഷം. സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അവരെ കണ്ടിട്ടും കൂടിയില്ല. റൂറൽ സെക്ടറിലൊരു വോളണ്ടറി സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദിവാസി ഒരു വട്ടവട, കൊട്ടൂര്, കാളിമല അങ്ങനെയൊക്കെ. ആ കുഞ്ഞും കാളിമലയും നിങ്ങളും, നിങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നൊരു കഥയും. മോളെ ഒന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റിലാക്സ് റിലാക്സ്. ഓക്കെ റാണി, ഇങ്ങോട്ട് നോക്കി, കാല് ബലം പിടിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നോക്കി, നോക്ക് നോക്ക് നോക്ക്. സഹായം ചോദിച്ച് നടേ വരുന്ന ആയിരങ്ങളുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉയരാനും മോഹിച്ചു വരുന്നവർ. എന്നാ അവള് വന്നത് എനിക്കൊരു സമ്മാനവും കൊണ്ട്. കത്തിക്കരിഞ്ഞൊരു കാട്ടുമരത്തിൻ്റെ തളരി പോലൊരു കുഞ്ഞിനെയും കൊണ്ട്. അമ്മയെ കണ്ടെത്തുന്നത് വരെ ആ കുഞ്ഞിനെ നെമ്മിക്കൊപ്പം നിന്നല്ലേ പറ്റൂ. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസിന് ആസ്പദമായ കഥയുടെ ചുള്ളഴിക്കാൻ ബാസി സർ ഷീല ടീച്ചറിനടുത്ത് പോയിട്ടുണ്ടാവുമല്ലേ? എനിക്ക് ഈ നേരിട്ട് വരണം എന്നുള്ളതിന് ഒരു കാരണമുണ്ട് അച്ചോ. ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ നിമ്മയോട് ചോദിക്കാത്തത് അവളുടെ പാസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് വീണ്ടും ഓർമ്മിപ്പിച്ച് ഹേർട്ട് ചെയ്യേണ്ടെന്ന് കരുതിയായിരുന്നു.